ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 2 kg വെയിറ്റ് വരുന്ന 2 കേക്കാണ് ഉണ്ടാക്കുന്നത്. 1 kg ഇതാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് 1 kg ആണെങ്കിലും 1.5 kg വലുപ്പത്തിൽ നീട്ടി പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്, 2 ലെയറായിട്ട്. 2 കേക്കും ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ, ഒരേ സ്ഥലത്തേക്കുള്ളത് തന്നെയാണ്. ആദ്യത്തെ കേക്ക് ഇതാ ഞാൻ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് സാധാ നമ്മളൊരു ബർത്ത്ഡേ കേക്കിന് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ കൺസിസ്റ്റൻസിയിൽ ചെറിയ ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് ഡിപ്പൊന്നും ആവാണ്ട് ഞാനിങ്ങനെ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം 2 കേക്കിൽ ഒരു കേക്ക് ഇതുപോലെ സാധാരണ രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് എഴുതിയിട്ടുള്ള ഒരു കേക്കായിരുന്നു. രണ്ടാമത്തെ കേക്കിൽ നമുക്ക് കാര്യമായിട്ട് ഡെക്കറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് കട്ട് പീസായിട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് ടോട്ടൽ 80 കട്ട് പീസസ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും 1 kg 1.5 kg വലുപ്പത്തിൽ നീട്ടി പരത്തി ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒരു കേക്കിൽ 40 എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ 80 കട്ട് പീസ് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. 1 kg മാക്സിമം 40 പീസാണ് കട്ട് പീസായിട്ട് എടുക്കാറുള്ളത്. പിന്നെ ചോക്ലേറ്റ് കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യണ സമയത്ത് കസ്റ്റമർ എന്തെങ്കിലും ഡിസൈൻ തന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറയുന്ന കേസിൽ മാത്രമേ ഞാൻ മാറ്റി പിടിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മുകളിൽ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓവർലോഡ് ഡെക്കറേഷൻ ചെയ്യലേ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ സ്ക്വയർ കേക്കിൽ എനിക്ക് എങ്ങനെ ഡെക്കറേഷൻ ചെയ്താലും ഒരു മതി വരാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. റൗണ്ട് കേക്ക് ആകുമ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇപ്രാവശ്യം ഞാൻ വഫർ റോൾ കിട്ടിയപ്പോൾ വഫർ റോൾ ഇങ്ങനെ ജസ്റ്റ് ഇത് ക്രഷ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഒരു തോന്നലും കൂടി ഇട്ട് കൊടുത്താണ്. പക്ഷേ ലാസ്റ്റ് കൊണ്ട് എനിക്ക് വേണ്ടാന്നൊക്കെ തോന്നിയിട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് അവിടെ കിടക്കട്ടെ തോന്നി. പിന്നെ നമ്മൾ ബർത്ത്ഡേ വിഷസ് എഴുതുകയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ എനിക്ക് എഴുതുന്ന സമയത്ത് എപ്പോഴും കൈ ഇങ്ങനെ വരയ്ക്കണ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം 2 കൈയൊക്കെ കൂട്ടി പിടിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത കേക്ക് ഞാൻ കട്ട് പീസസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ബർത്ത്ഡേ വിഷസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു 3 or 4 ഒക്കെ ലവ് ഷേപ്പ് ഇങ്ങനെ വരച്ചേക്കാൻ പറഞ്ഞു, അതായത് ഹാർട്ട് ഷേപ്പ്. അപ്പം ഞാൻ അതുപോലെ ജസ്റ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് ലവ് ഷേപ്പ് വരച്ചു. പിന്നെ കട്ട് പീസ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഡെക്കറേഷൻ കൊടുക്കണ്ടേ, അതെപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ കസ്റ്റമർ പറഞ്ഞതല്ലേ ലവ് ഷേപ്പ്, അതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം കൊണ്ട് ലവ് ഷേപ്പ് തന്നെ അതിന് മുകളിൽ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ വഫർ റോൾസ് ക്രഷ് ചെയ്തെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതോടെ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെയും കട്ട് പീസസിൻ്റെയും ഒക്കെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടിട്ടാവും. ടാറ്റ, ടേക്ക് കെയർ.